നമസ്കാരം സുഹൃത്തുക്കളെ, ആർട്ട് ആൻഡ് ആനിമേഷൻ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആനിമേഷൻ ഇൻഡസ്ട്രി, ഇന്ത്യയിൽ എങ്ങനെയാണ് ആനിമേഷൻ വ്യവസായമായി മാറിയതെന്നും അനിമേഷന്റെ തുടക്കകാലം, ഇതിന്റെ ചരിത്രം എന്നിവയൊക്കെ അറിയുവാൻ ഏവർക്കും ആഗ്രഹമുണ്ടാകുമല്ലോ. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യൻ ആനിമേഷന് വളരെയധികം പഴക്കമുണ്ട്. ആദ്യകാലത്ത് നിഴൽ പാവകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിലൂടെ കഥ പറയുന്ന രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ ദശയിൽ ഇന്ത്യയിലും ചില പരീക്ഷണ പ്രോജക്റ്റുകൾ അങ്ങനെ നടന്നിരുന്നു. 1913 ദാദാ സാഹേബ് ഫാൽക്കെയുടെ നിശബ്ദ ചിത്രമായ രാജാ ഹരിചന്ദ്രയിൽ സ്ലൈഡുകൾ നിരനിരയായി കാണിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി എന്ന വിദ്യയും അക്കാലത്തെ സിനിമയിൽ ധാരാളം ഉപയോഗിച്ചിരുന്നു. ഇത് അനിമേഷന്റെ മറ്റൊരു വകഭേദമായി നമുക്ക് കരുതാം. 1934 പി ബ്രദേഴ്സ് എന്ന സിനിമയാണ്, ഗുനാമി ബാനർജി സംവിധാനം ചെയ്ത സിനിമയാണ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഒരു അനിമേഷൻ ചിത്രം. ജംബ കാക്ക 1934 പൂനെയിലുള്ള പ്രഭാത് ഫിലിം കമ്പനി പുറത്തിറക്കി. ലഫംഗ ലങ്കൂർ 1935, സൂപ്പർമാൻ സ്മിത്ത് 1939, ആകാശ് പാതാൾ 1939 എന്നിവയൊക്കെ അക്കാലത്തിറങ്ങിയ ചില പരീക്ഷണ ആനിമേഷൻ ചിത്രങ്ങൾക്ക് ഉദാഹരണമായി കരുതാം. സിനിമകൾ വരുന്നതിന് മുൻപ് തന്നെ നിഴൽപ്പാവകൾ ഉപയോഗിച്ച് കഥ പറയുന്ന രീതി പ്രചാരത്തിലുണ്ടായിരുന്നു. മാജിക് ലാന്റേൺ അഥവാ മാന്ത്രിക വിളക്ക് ഉപയോഗിച്ച് രാമായണം, മഹാഭാരതം എന്നിവയിലെ കഥകൾ ഗ്ലാസ് സ്ലൈഡുകളാക്കി ചലിപ്പിക്കുന്ന ചിത്രരൂപത്തിൽ അന്ന് പ്രദർശിപ്പിച്ചിരുന്നു. ലൂമിയർ സഹോദരന്മാർ മോഷൻ പിക്ചർ ക്യാമറ കണ്ടുപിടിച്ച ശേഷം നിശബ്ദ ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ ഇന്ത്യയിൽ ധാരാളം നടന്നു. വാൾട്ട് ഡിസ്നിയുടെ പ്രശസ്തമായ ബാംബി എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ച ആനിമേറ്ററായ ക്ലെയർ വീക്സിനെ 1956 ഇന്ത്യയിലേക്ക് ക്ഷണിക്കപ്പെടുകയുണ്ടായി. ഫിലിംസ് ഡിവിഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആനിമേഷൻ സ്റ്റുഡിയോ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു. ഇതിലൂടെ ഇന്ത്യയിലെ ഒരുപറ്റം കലാകാരന്മാർക്ക് പരിശീലനം നൽകുകയും 1957 ദ ബാനിയൻ ഡിയർ എന്ന ചിത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലെ ആനിമേഷൻ രംഗത്തിന്റെ തുടക്കക്കാരായി കരുതുന്നത് റാം മോഹൻ, ഭീംസെൻ ഖുറാന എന്നിവരെയാണ്. ഭീംസെൻ ഖുറാന 1971 ക്ലൈംബ് മീഡിയ എന്ന സ്ഥാപനം തുടങ്ങി. ഇതാണ് കമ്പ്യൂട്ടർ ആനിമേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ സ്ഥാപനം. 1974 ഫിലിംസ് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ഏക് ഔർ അനേക് ഏകത എന്ന ഒരു ചിത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. 1986 ഗായബായ എന്ന ടെലിവിഷൻ സീരീസ് പ്രദർശിപ്പിക്കപ്പെട്ടു. റാം മോഹനും ജാപ്പനീസ് ഫിലിം മേക്കർ സാക്കോയും ചേർന്ന് നിർമ്മിച്ച രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമ ആണ് ശ്രദ്ധേയമായ ആദ്യ ഇന്ത്യൻ ആനിമേഷൻ ചിത്രം. ഇത് ഇന്ത്യയിലെയും ജപ്പാനിലെയും കലാകാരന്മാരുടെ സംയുക്ത സംരംഭമായിരുന്നു. ഇത് വളരെയധികം ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു കണക്കിൽ പറഞ്ഞാൽ ഇന്ത്യൻ ആനിമേഷൻ ഇൻഡസ്ട്രിയുടെ പിതാവായി കരുതാവുന്നത് ശ്രീ റാം മോഹനെയാണ്. പിന്നീട് നടന്ന പരീക്ഷണങ്ങളിൽ ദൂരദർശന്റെ സുവർണ കാലഘട്ടത്തിൽ വന്ന 3Dയും VFXും ചേർന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സീരീസ് ആയിരുന്നു ക്യാപ്റ്റൻ വ്യോ. നിങ്ങൾ ഇപ്പോൾ കണ്ടത് കൂടാതെ ധാരാളം അനിമേഷൻ കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമകളിലും മറ്റു ടെലിവിഷൻ സീരീസുകളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവയുടെയൊക്കെ മുഴുവൻ ലിസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും അനിമേഷന്റെ കാര്യത്തിൽ ഇന്ത്യയും
അത്ര മോശമല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ മലയാളത്തിൽ നിന്ന് പോലും ആദ്യമായി ഒരു ആനിമേഷൻ കഥാപാത്രത്തെ റിയൽ ക്യാരക്ടറുമായി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഓ ഫാബി എന്നാണ് ആ സിനിമയുടെ പേര്. കൂടാതെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി പ്രോജക്റ്റുകൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിൽ വലുതും ചെറുതുമായി 300ഓളം ആനിമേഷൻ സ്റ്റുഡിയോസും അതുകൂടാതെ ഔട്ട്സോഴ്സ് വർക്കുകൾ ചെയ്യുന്ന പ്രൊഫഷണലുകളും കമ്പനികളും ധാരാളമായി ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുണ്ട്. മറ്റു ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് സ്വന്തം കണ്ടന്റ് IP കണ്ടന്റ് ഇന്ത്യയിൽ വളരെ കുറവാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ പ്രശസ്തമായ ലോക പ്രശസ്തമാകുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലുണ്ട്. ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. അപ്പോൾ ഇന്ത്യയുടേതായ സ്വന്തം IP കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുവാനായി നിരവധി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ ആനിമേഷന്റെ രൂപവും ഭാവവും പ്രയോഗിക്കപ്പെടുന്ന മേഖലകളും മാറി വരുമ്പോൾ മികച്ച പ്രോജക്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ആനിമേഷൻ പ്രധാനമായും ടെലിവിഷൻ, സിനിമ, ഗെയിമുകൾ, എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ, വിഷ്വൽ എഫക്ട് തുടങ്ങി എല്ലാ മേഖലകളിലും അതിന്റേതായ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ധാരാളം ഔട്ട്സോഴ്സ് വർക്കുകൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആനിമേഷൻ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് വർഷാവർഷം മുകളിലേക്ക് എന്നുള്ള രീതിയിലുള്ള വലിയൊരു വ്യത്യാസമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇന്ത്യൻ ആനിമേഷന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ ചാനലിന് നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.